രാജേഷിൻ്റെ ജീവൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഏത് അച്ചടക്ക നടപടിയും രാജേഷിൻ്റെ ജീവനേക്കാൾ വലുതല്ല. രാജേഷിൻ്റെ വീട്ടിൽ 2 തവണ പോയ ഒരാളാണ് ഞാൻ. ചെറുപുഴയിലും കഴിഞ്ഞ ദിവസം സന്ദർശിക്കുകയുണ്ടായി. ബെന്നിയുമായും സംസാരിക്കുകയുണ്ടായി. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ലൈഫ് ജാക്കറ്റ് അയാൾക്ക് നൽകുമ്പോൾ സ്വന്തം ലൈഫ് നഷ്ടപ്പെടുമെന്ന് രാജേഷ് വിചാരിച്ചിരിക്കില്ല. പക്ഷേ രാജേഷിൻ്റെ ലൈഫ് ബലിയർപ്പിച്ചുകൊണ്ടാണ് മറ്റൊരാളുടെ ജീവൻ സംരക്ഷിച്ചത്. അതാണ് രാജേഷ്. അതിനേക്കാൾ മഹത്തരമായ മറ്റൊരു ജീവത്യാഗമില്ല. രാജേഷിൻ്റെ ഈ ജീവത്യാഗത്തെക്കുറിച്ച് ഹൈക്കോടതി ജഡ്ജി പോലും പരാമർശിക്കുകയുണ്ടായി. മാതൃകാപരമാണത്, മഹത്തരമാണ്. പക്ഷെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നത്? റവന്യൂ വകുപ്പാണ് ആംബുലൻസ് ഒരുക്കേണ്ടത്. ആരോഗ്യവകുപ്പിലെ പ്രോട്ടോക്കോൾ അനുസരിച്ച് വെള്ളത്തിൽ കിടന്ന ഒരു മൃതദേഹം, അത് 4 ദിവസം വെള്ളത്തിൽ കിടന്ന് സ്വാഭാവികമായും അഴുകിയ ഒരു മൃതദേഹം ഫ്രീസറില്ലാതെ കൊണ്ടുപോകാൻ പാടില്ല എന്ന വ്യവസ്ഥ അറിയാത്തവരല്ല ആരോഗ്യവകുപ്പിലെയും റവന്യൂവിലെയും ഉയർന്ന ഉദ്യോഗസ്ഥർ. അവിടെ പ്രാദേശികമായ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ തെറ്റായ കാര്യം ചെയ്യുമ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥരോ മന്ത്രിമാരോ ഇടപെടണ്ടേ? ഇടപെടാൻ പറ്റുന്ന രീതിയിലാണോ കേരളത്തിലെ സർക്കാർ ഇപ്പോൾ? മന്ത്രിമാരെല്ലാം പറയുന്നത് എന്താ? രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവർ സ്വന്തം റിസ്കിലാണ് ആ സേവനത്തിൽ പങ്കെടുക്കേണ്ടത് എന്നൊരു മന്ത്രി. മറ്റൊരു മന്ത്രി കടലിൽ പോയാൽ കണ്ടെത്താൻ ദിവസങ്ങളെടുക്കുമെന്ന് മലയാളികളെ പരിഹസിക്കും വിധത്തിൽ പ്രതികരിക്കുന്നു. ഒരു മന്ത്രി തീരദേശത്തേക്ക് പോയിട്ടേയില്ല. തീരദേശത്തിൻ്റെ മന്ത്രി. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാവട്ടെ ഹെലികോപ്റ്ററിലൂടെ ഊര് ചുറ്റുന്നു, ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കരുത്തുണ്ടാവുക? പ്രവർത്തിച്ചില്ലെങ്കിൽ അത് താൻ ചോദ്യം ചെയ്യപ്പെടും എന്ന ഒരു മാനസികാവസ്ഥ ആ ഉദ്യോഗസ്ഥനുണ്ടാവുക. അങ്ങേയറ്റം ദയനീയമാണ് സർക്കാരിൻ്റെ സ്ഥിതി. പ്രതിസന്ധി ഘട്ടത്തിലാണ് ഒരു ടീമിനെയും കൂട്ടായ്മയെയും നമ്മൾ കാണേണ്ടത്. അത് കേരളത്തിൽ ഉണ്ടായില്ല. ഇന്നിപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയ ഒരു റിപ്പോർട്ട്, കോൺഗ്രസ് അനുകൂല സംഘടന പരീക്ഷാ ഡ്യൂട്ടി നിലവിലുള്ള സമയത്ത് ഒരു ജീവനക്കാരിയെ നിർബന്ധമായും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ആ വകുപ്പിൻ്റെ മേധാവി അവരോട് പറഞ്ഞു, പരീക്ഷ കഴിഞ്ഞിട്ട് മാറ്റാം. ഇത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ളൊരു മാറ്റമല്ലല്ലോ. എ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ബി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പരിയാരത്ത് തന്നെയുള്ള മാറ്റമല്ലേ? ഇന്ന് ആ വകുപ്പ് മേധാവി ലീവിലായിരുന്നു. ആ സ്ഥലത്ത് ഒരു ലേഡിയാണ് ചുമതല. ആ ലേഡി ഡോക്ടറെ പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല. മലയാള ഭാഷയിലുള്ള എല്ലാ തെറിയും കൊണ്ട് അഭിഷേകം ചെയ്ത് ആ ലേഡി ഡോക്ടറെ കയർത്ത് സംസാരിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് ഹൃദ്രോഗ വേദനയുണ്ടായി ആൻജിയോഗ്രാം ചെയ്തിരിക്കുകയാണ്. എന്താ ഇത് കേരളത്തിൽ വെള്ളരിക്ക പട്ടണമാണോ? മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലെ ഒരു കോൺഗ്രസ് അനുകൂല സംഘടനയുടെ സമ്മേളനത്തിൽ പറഞ്ഞു,
ട്രാൻസ്ഫറൊക്കെ ഉണ്ടാവും, ഓർത്തു വെച്ചോ. ആ ഭീഷണി സ്വരത്തിലുള്ള സംസാരമല്ലേ പരിയാരം മെഡിക്കൽ കോളേജിലെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ആളുകൾക്ക് ഒരു ഡോക്ടറുടെ മേക്കിട്ട് കയറാൻ കരുത്ത് നൽകിയത്. ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരാശുപത്രിയിലെ ഡോക്ടറെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണിയല്ലേ. ഡോക്ടർമാരുടെ സംഘടന പ്രതിഷേധിച്ചില്ലേ? അതുകൊണ്ട് ഭരണം കയ്യിൽ കിട്ടിയപ്പോൾ 102 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായപ്പോൾ ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പാതയിലാണ് UDF. അതിലൊന്നാണ് അങ്ങേയറ്റം വേദനാജനകമായ വിധത്തിൽ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ ഉദ്യോഗസ്ഥന്മാരുടെ നടപടികൾ. കലക്ടർ തെറ്റുപറ്റിയെന്ന് തുറന്ന് സമ്മതിച്ചത് തീർച്ചയായും നല്ല നിലപാടാണ്. നടപടിയെടുത്തതും പൊതുവെ നടപടിക്ക് വിധേയമാകേണ്ട ആളാണ് എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ്. പക്ഷേ ആ നടപടി കൊണ്ടൊന്നും ജീവൻ നഷ്ടപ്പെട്ട രാജേഷിൻ്റെ കുടുംബത്തിന് പകരമാവില്ല. ആ കുടുംബത്തെ സർക്കാർ സഹായിക്കണം. ആ കുടുംബത്തിന് സ്വന്തമായി വീടില്ല, വീട് പണിയിലാണ്. രാജേഷിൻ്റെ ഒരു പ്രത്യേകത 2018 മുതൽ മുണ്ടക്കൈ ദുരന്തം വരെയുള്ള എല്ലാ ദുരന്തഭൂമിയിലും മറ്റാരും പറയാതെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ, മലയാളികൾ പ്രതിസന്ധിയിലാവുമ്പോൾ രക്ഷപ്പെടുത്താൻ സൈന്യമായി പ്രവർത്തിച്ചതുപോലെ സ്വന്തമായി സുഹൃത്തുക്കളെയും കൂട്ടി കാശു മുടക്കി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സ്വന്തമായി വീടില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരൻ കുറച്ച് മുമ്പാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ 2 കുട്ടികൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ്. ഭാര്യയ്ക്ക് ജോലിയില്ല. അതുകൊണ്ട് ആ കുടുംബത്തെ സംരക്ഷിക്കണം, വീട് നിർമ്മിച്ചു കൊടുക്കണം, ഒപ്പം കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കൊടുക്കണം. അങ്ങനെയെല്ലാം ചെയ്താലും നമുക്ക് രാജേഷിൻ്റെ കുടുംബത്തോടുള്ള കടപ്പാട് തീരില്ല. ഈ പോലീസും അർജുൻ ആംഗിയും തമ്മിൽ ഒരു ഒളിച്ചു കളി, ഒരു കള്ളനും പോലീസും കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ആംഗിയെ തപ്പി നടക്കുന്നു, ആംഗി ഫേസ്ബുക്കിൽ ഇടയ്ക്കിടെ പോസ്റ്റ് ഇടുന്നു. തൂഫാനെ പോലെ ആയെങ്കിയെ തൂക്കണം, തൂക്കി കൊല്ലലല്ല, പിടിക്കണം. അതിന് കരുത്ത് ആഭ്യന്തരമന്ത്രി കാണിക്കണം.